നമ്മൾ നയിച്ച ജീവിതം ചിലപ്പോൾ അത് ആത്മീയ ജീവിതമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? ദൈവാത്മാവിനെ നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത്. എന്താണ് ഇതറിയണമെങ്കിലേ, ഇപ്പൊ ഈശോ തന്നെ അപ്പോസ്തലന്മാരെ വിട്ടില്ലേ? ഒരു വിഷയം ലോകായികമായിട്ട് കൈകാര്യം ചെയ്യാം, ആത്മീയമായിട്ട് കൈകാര്യം ചെയ്യാം. ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പൊ അപ്പോസ്തലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം? ഇപ്പൊ സമറിയയിലേക്ക് അപ്പോസ്തലന്മാർ പോയി. ഇപ്പൊ സമറിയക്കാർ പറഞ്ഞു നിങ്ങളെ വിടത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ്. അപ്പൊ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യും? അവർ അവസാനം അപ്പോസ്തലന്മാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവര് ക്ഷോഭിക്കും. അതിലെന്താ ക്ഷോഭിക്കണത്? എന്താ പറയണത്? ഇവര് തീയും ഗന്ധകവും ഇറക്കി ഇവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. അപ്പൊ അപ്പോസ്തലന്മാരാണെങ്കിലും അത് ആത്മീയത അല്ല, ശരിക്കും അത് ലൗകായികതയാണ് അല്ലെ? അത് 9:25 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:54. ലൂക്ക 9:54. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പറയാം, ദൈവമേ എന്തുമാത്രം ആൾക്കാരെ മണ്ടിയിടിച്ച് ആകണം, ഈ ശവം ഇപ്പോഴും കുത്തിയിരിക്കാനുള്ള പറയാം. അതുപോലെ അവരോട് ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി. നിങ്ങളുടെ ഉടമ്പടിയുടെ കാര്യത്തിൽ തീരുമാനമായി. വയ്യാപേരികളെ വഴിയെ പോണവർ വന്ന് ഉടമ്പടിക്കാത്ത എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു നിലപാടുകാർക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിശാചുമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്. അമ്മയുടെ മധ്യസ്ഥത. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്ക് ആകാതിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടി ബ്രേക്ക് ആകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എന്താണ്? ദൈവവും നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക്. അതുകൊണ്ടാണ് അവർ ഇത്രയുമൊക്കെ ശാഠ്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ്? അവർ ഉടമ്പടിയിലായതുകൊണ്ടാണ്. ഇപ്പൊ ഈശോ പറഞ്ഞില്ല 56:9:56 എടുത്ത് അവർ മറ്റൊരു ഗ്രാമം. അപ്പൊ ഈശോ അടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോസ്തലന്മാരത് ജഡികമായിട്ട് കൈകാര്യം ചെയ്തത്. അപ്പൊ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഡീറ്റിയാണ്. നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കുന്നത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങൾ ഒരു വിഷയം വന്നപ്പോൾ അത് എങ്ങനെയാണ് ജഡികമായിട്ടാണോ ലൗകായികമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അപ്പം ലൗകായികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ലുവില കൽപ്പിക്കണത്. ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ലുവില കൽപ്പിക്കണം. പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യം എടുക്കേണ്ടത്? താല്പര്യം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി നീണ്ടു പോണത്.